ഹേ ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പം ഞാൻ ഈ ഒരു മൂൺ ലാമ്പ് ഉണ്ടാക്കിയതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ആണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മളൊരു പേപ്പറിലേക്ക് മൂണ് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എൻ്റെ മൈൻഡിൽ എന്താണെന്ന് അറിയാം, ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന കേട്ടോ. പക്ഷേ അത് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഞാനത് എന്താക്കി കട്ട് ചെയ്ത് കൊടുക്കാറുണ്ടോ ചെയ്തത്. അതായത് നമുക്ക് 4 പീസാണ് ടോട്ടൽ വേണ്ടത്. മൂണിൻ്റെ ഷേപ്പിൽ രണ്ടെണ്ണം, പിന്നെ അതിൻ്റെ സൈഡിലേക്ക് 2 ചതുരത്തിൽ ഇങ്ങനെ നീളത്തിലുള്ള 2 എണ്ണമാണ് കേട്ടോ വേണ്ടത്. അതിൻ്റെ അതേ അളവ്, അതായത് ആ ചെറിയ ഭാഗത്തേക്കുള്ള അളവും നോക്കുക, വലിയ ഭാഗത്തേക്കുള്ള അളവും നോക്കിയതിന് ശേഷം അതേപോലത്തെ ഗ്ലൂഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് റാൻഡമായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം പറിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുക കേട്ടോ. ആക്ച്വലി ഈ സ്റ്റോണിനൊരു കഥയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു 3 വർഷം മുന്നേ ഞങ്ങൾ ദുബായിൽ ഒരു ഷെയറിങ് അപ്പാർട്ട്മെൻറ്റിലായിരുന്നു കേട്ടോ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ഹാളിൽ ഒരു ചാൻഡിലിയർ ലൈറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് അത് എടുത്ത് കളയാണ് പറഞ്ഞിട്ടോ. കാരണം അത് കുറേ ആയിട്ട് ഓഫായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അതിൽ കുറേ സ്റ്റോണൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്താത്തനോട് വെച്ച് അതൊന്ന് എനിക്ക് തരുമോ, അതിൻ്റെ സ്റ്റോൺസ് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനൊരു 4-5 മണിക്കൂറോളം ഇരുന്നിട്ട് പറിച്ചെടുത്താണ് കേട്ടോ ഈ ഒരു സ്റ്റോണ്. അന്ന് കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് ഹസ്ബൻഡ് കുറേ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, ഈ എന്തിനാ ഈ സ്റ്റോൺ കണ്ട ആക്രിയൊക്കെ പെറുക്കി വെച്ചോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ എടുത്തു വെച്ചായിരുന്നു ഈ സ്റ്റോണ്. അപ്പോൾ ഇന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോൾ എന്നോട് ഇത് എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ അത് വെച്ചിട്ടാണോ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ. അപ്പോൾ ഇത് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ 4 പീസായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ അളവ് കറക്റ്റായിട്ട് നോക്കണം. ഉള്ളിലേക്കുള്ളതും ഇപ്പോൾ ഈ വെച്ച് കൊടുത്തിട്ടില്ലേ, ഉള്ളിലേക്കുള്ളതും പിന്നെ പുറത്തേക്ക് കുറച്ച് വലുതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്ത് ഇനി ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമുക്കൊരു ലൈറ്റ് വേണം കേട്ടോ. ലൈറ്റ് ഇനി ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല വൃത്തിക്ക് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ആ കോർണറൊക്കെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കും. എന്നിട്ട് ലൈറ്റ്സ് വെച്ചതിന് ശേഷം ഇനി ഫുൾ ഭാഗവും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഗൈസ്, ഞാൻ പറയാൻ മറന്നു, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ. അതായത് ഇനി എന്തെങ്കിലും അടുത്ത ക്രാഫ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സജഷൻസ് പറയാം. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ഇല്ലാണ്ട് എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അനിയൻ എന്നോട് വെച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഞാൻ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്നോട് വയ്ക്കും, ഈ എന്താ ചെറിയ കുട്ടികൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, നമ്മൾ ചെറിയ കുട്ടികൾ തന്നെയല്ലേ കൂടുതലും കാണുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ എന്നോട് കുറച്ച് ഹൈ ലെവലൊക്കെ പിടിക്കുക എന്നുള്ളത്, ഇതെങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. ഹൈ ലെവലാണോ അല്ലോ അതോ ഇതും ചെറിയ കുട്ടികൾ ചെയ്യുന്നതാണോ എന്നുള്ളതൊന്ന് പറയണേ. അപ്പോൾ നമ്മുടെ മൂൺ ലാമ്പിൻ്റെ പണി ഏകദേശം തീരാറായി. അതിൻ്റെ സൈഡ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടാണ്. ഇനി അടുത്തത് അതിൻ്റെ മുകൾ ഭാഗമാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് ഉള്ളിലേക്കായിട്ട് കുഴിഞ്ഞു പോട്ടും. അപ്പോൾ അളവ് കറക്റ്റായിട്ട് എടുക്കണേ. കാരണം സൈഡിലുള്ളതും പിന്നെ അതിൻ്റെ വലുപ്പം നമുക്ക് എത്ര വേണം എന്നുള്ളത് 2 സൈഡും ഒരേ അളവ് വേണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്കായിട്ട് പോകും. അപ്പോൾ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് എൻ്റെ ചെറിയൊരു വളവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് അത് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. ഒട്ടി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് അതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ഡബ്ബയോ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഇൻസുലേഷൻ ടൈപ്പിൻ്റെ കഴിഞ്ഞിട്ടുള്ള ആ റോളുണ്ടല്ലോ അതൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഗോൾഡൻ കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഇപ്പോൾ ഒരു നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ നിന്നോട്ടെ എന്നുള്ളൊരു തോന്നലായി കേട്ടോ. എന്തായാലും നോമ്പാണ്, അപ്പോൾ ഒരു മൂൺ ലാമ്പിൻ്റെ താഴെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഭംഗി ഉണ്ടാവില്ലോ. അപ്പോൾ ഞാൻ ഗോൾഡൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ലാമ്പ് വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ, പക്ഷേ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ലൈറ്റിൻ്റെ സംഭവം അതിങ്ങനെ തൂങ്ങിക്കിടക്കണം. അത് ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനത് മറന്നിട്ട് ലാസ്റ്റിലേക്കായിപ്പോയി. അപ്പോൾ ബാറ്ററി ഇട്ട ബാക്ക് അങ്ങനെ അങ്ങനെ കാണുന്നതുകൊണ്ട് ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ട് അപ്പോൾ ഞാൻ എന്താക്കി അത് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് അത് ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്തോ അൺകംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ എന്താക്കി ഒരു ബോ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. പക്ഷേ അതിൻ്റെ അറ്റുണ്ടല്ലോ ശരിക്കും കട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്, കാരണം എൻ്റെ കത്രിക കാണുന്നില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം.